ഹലോ, ഇന്ന് നമുക്ക് റവയും ഉരുളക്കിഴങ്ങും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാനിൽ 1 കപ്പ് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും 1/2 ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ച ശേഷം ഒരു 1/2 കപ്പോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച ശേഷം വേണം നമുക്ക് റവ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് വരും. അപ്പോൾ നമുക്കിത് തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റവയിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചതും പച്ചമുളക്, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി എരിവുള്ളതാണ്, അപ്പോൾ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോഴും അതുപോലെ തന്നെ റവയിലും ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെള്ളം നനച്ചിട്ട് വേണം നമ്മൾ ഉരുളകളാക്കിയിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങും റവയും ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു സൈഡൊന്ന് ക്രിസ്പിയായി വരുമ്പോൾ മറു സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, നമ്മളെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.